എപ്പോഴെങ്കിലും നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ആക്ച്വലി അതങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ മൈൻഡിനെ ഒരു ബസ്സായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ബസ്സിലുള്ള പാസഞ്ചറാണ് നമ്മളുടെ തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്രൈവർ എന്ന് പറയുന്ന ജോബാണ് ആസ് എ പേഴ്സൺ നമ്മൾ ക്യാരി ചെയ്യുക, നമ്മളെല്ലാ ആൾക്കാരും ക്യാരി ചെയ്യുക. ഡ്രൈവറിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പാസഞ്ചറിന്റെ ഷൗട്ടിങ് കേൾക്കേണ്ട ആവശ്യമില്ല. പാസഞ്ചർ നമ്മളുടെ ബസ്സിലേക്ക് കയറുന്നു, അവിടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവർ ഇറങ്ങിപ്പോകുന്നു. ഇതേ പ്രോസസ്സാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് ഒരുപാട് തോട്ട്സ് അറ്റ് എ ടൈമിൽ കയറി വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോ തോട്ട്സും നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ ആ തോട്ടിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ടാവും ഐ ആം ആൻഷ്യസ്, ഞാൻ ആൻഷ്യസ് ആണെന്ന് പറയാറുണ്ടാവും. അങ്ങനെ പറയുന്നതിന് പകരം ഞാൻ ആൻഷ്യസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വന്ന തോട്ട് നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയും അത് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ അതിന് എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളുടെ ഉള്ളിൽ അത് വലുതാവുകയും നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒക്കെ മാറ്റർ വരുന്നത് നമ്മളാണ്, നമ്മൾ എങ്ങനെ അതിനെ ചിന്തിച്ചെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.